കൊടുക്കുമാറാവട്ടെ. നമ്മുടെ പ്രദേശത്ത് വിശുദ്ധമായ സംസ്ഥാപനത്തിന് വേണ്ടി ഭാരതരായ സഹോദരരുടെ ചാരകരെന്ന് പറയുന്ന ഈ പ്രദേശം കേരളത്തിൽ ഈ പ്രദേശത്തിന്റെ ചിലക്ഷങ്ങളിൽ ആളുകൾ ഒരാളെ വിഷയം അത്താണിയായി സമീപിക്കുന്ന ഭാരത കന്യാ ചരിത്രം രേഖപ്പെടുത്തിയ റയീസുൽ നീണ്ടകാലത്തെ ദർശന സംവഹിക്കുന്ന ഈ പ്രഭായർദ്ധാർത്ഥം കൊണ്ടും മലലൈസിക ഈ ഹദാന്റെ പവിത്രതക്കും അതിന്റെ പ്രൗഢിക്കും ഇണങ്ങുന്ന ഉതകുന്ന വിധമുള്ള ഇസ്ലാമിക വിജ്ഞാനീയങ്ങളും കലാലയങ്ങളും വളർന്നു വന്നില്ല എന്നത് ചരിത്രപരമായ ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പവിത്രമായ ശുഹദാനഗറിന്റെ പ്രൗഢിക്കണമെന്ന വിധം, ഇതിന്റെ പ്രസിദ്ധിയോട് യോജിക്കുന്ന വിധം ഉലൂമെന്ന ഒരു വിജ്ഞാനത്തിന് കേന്ദ്രത്തിന് ഇൻഷാ അല്ലാഹ് വന്യരായ പാണക്കാട് സി ശിഹാബ് തങ്ങൾ ഇവിടെ തുടക്കം കുറിക്കാൻ പോവുകയാണ്. SKSSFന്റെ ആഭിമുഖ്യത്തിൽ സമസ്ത കേരള ജമഅയ്യത്തുൽ ഉലമയുടെ ഈ പരിസര പ്രദേശങ്ങളിലുള്ള നേതാക്കന്മാരെയും മഹല്ല് ജമാഅത്തിന്റെ ഭാരവാഹികളെയും ഒരുമിച്ച് കൂട്ടിയിട്ട് സംയുക്തമായി എടുത്ത തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഏകദേശം 100-ൽ പരം മഹല്ല് ജമാഅത്തിന്റെ പിന്തുണയോടുകൂടി ഒരു തുടക്കുന്നത്. ഞാനൊരു നീണ്ട സ്വാഗത പ്രഭാഷണം നമ്മുടെ കേരളക്കരയിൽ പരിശുദ്ധ പ്രവാചകർ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടത്തിൽ കടന്നു വന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. വിശുദ്ധ ദീൻ പ്രവാചക സവിധത്തിൽ നിന്ന് അതിന്റെ പൂർണ്ണ രൂപത്തിൽ നമ്മുടെ നാട്ടിൽ കടന്നു വരികയും നമ്മുടെ നാട് ആ ദീനിനെ സ്വീകരിക്കുകയും ചെയ്യും. പൂർവസൂരികളായ മഹത്തുക്കളിലൂടെ, സ്വഹാബാക്കളിലൂടെ, പരശരം സാദാത്തുക്കളും അല്ലാഹുവിന്റെ ഔലിയാക്കളും പൂർവസൂരികളായ മഹത്തുക്കളും നമ്മുടെ നാട്ടിൽ കടന്നു വരികയും നമ്മുടെ നാട്ടിൽ ജന്മം കൊള്ളുകയും ചെയ്തു. പ്രസിദ്ധമായ നിരവധി കേന്ദ്രങ്ങളിലൂടെ ഇസ്ലാം വളർന്നു പന്തലിച്ചു. കേരളത്തിന്റെ ഗ്രാമാന്തരങ്ങളുടെ മതമായിട്ട് ഇസ്ലാം വളർന്നുകയാണ്. ഇന്ന് കേരളത്തിന്റെ തെക്കുന്ന് വടക്കോട്ട് സഞ്ചരിക്കുന്ന ഒരു സഞ്ചാരി നോക്കിക്കാണുന്ന വളരെ മനോഹരമാകുന്ന ഇസ്ലാമിക തുരുത്തുകൾ, ഏറ്റവും വിശേഷാൽ പ്രാധാന്യത്തോടെ ഇസ്ലാമിക വ്യാപനത്തിന്റെ ചരിത്രം വരുമ്പോൾ നമുക്ക് ബോധ്യപ്പെടുന്നൊരു വിഷയം, ഇസ്ലാമിക സമൂഹം തിങ്ങിപ്പാർക്കുന്ന ഏതു പ്രദേശങ്ങളെടുത്ത് പരിശോധിച്ചാലും അവിടെയെല്ലാം മക്കാമുകൾ പൊങ്ങി നിൽക്കുന്നു എന്നതാണ്. അത്യുത്തര കേരളത്തിന്റെ മലബാറിന്റെ വടക്കൻ പ്രദേശമാകുന്ന കാസർഗോഡ് നമ്മൾ പ്രയാണം ആരംഭിച്ചാൽ നിരവധി പ്രദേശങ്ങൾ ഇസ്ലാമിക സമൂഹം തിങ്ങിപ്പാർക്കുന്ന ഏത് മണ്ണുണ്ടോ അവിടെയെല്ലാം മക്കാമുകളും ആ മക്കാമിനകത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാരഥന്മാരെ നമ്മൾ പരിചയപ്പെടുകയാണ്. ഒടിക്കോട്ടെ കുറ്റിച്ചെറിയിൽ വന്നാൽ അവിടെ നമ്മൾ കാണുന്നത് അസയ്യിദ് അലാഉദ്ദീൻ ഹിംസി റഹിമഹുല്ലാ തങ്ങളെയാണ്. മമ്പുറത്ത് പോയാൽ ഖുതുബുസ്സമാൻ വലിയുല്ലാഹി മമ്പുറം തങ്ങളെ. വെളിയങ്കോട്ട് പോയാൽ അവിടെ നമ്മൾ കാണുന്നത് കാക്കത്രയിലെ കാണാൻ ഭംഗിയില്ലാത്ത കറുത്തുരുണ്ട സയ്യിദ് ഉമർ ഖാദി റഹിമഹുല്ലാ മഹാരഥനെ. അങ്ങനെ ഈ താത്തൂരിന്റെ മല കയറി നമ്മൾ വന്നാൽ ഇസ്ലാമിക സമൂഹം തെങ്ങിപ്പാർക്കുന്ന ഈ പ്രദേശം നമ്മൾ കാണുന്നത് 22-ൽ പരം ശുഹദാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു പ്രൗഢമായ ഒരു കുന്നിൻ പ്രദേശമാണെങ്കിൽ, മന്ദലായിൽ പോയാൽ, പാറപ്പള്ളിയിൽ പോയാൽ, എവിടൊക്കെ ഇസ്ലാമിക സമൂഹം തിങ്ങിപ്പാർക്കുന്നുവോ 100%, 98%, 99% മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏത് പ്രദേശമുണ്ടെങ്കിലും അവിടെയെല്ലാം ചരിത്രപരമായി നമ്മൾ കാണുന്നത് മക്കാമുകളും ആ മക്കാമിനകത്ത് അന്ത്യവിശ്രമം മഹാരഥന്മാരുമാണ്. ഇത് നൽകുന്നൊരു സന്ദേശമുണ്ട്. ഏതാണ് സന്ദേശം? ഈ മക്കാമിനകത്ത് കിടന്നുറങ്ങുന്ന മഹാരഥരുടെ ഹയാത്ത് കാലഘട്ടത്തിൽ അവരിലേക്ക് ആ പ്രദേശം വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി അവരെ സമീപിക്കുകയും അക്കാലഘട്ടത്തിലെ മനുഷ്യരുടെ ഭൗതികവും ആത്മീയവും ദൈക്ഷണികവും മതപരവും കുടുംബപരവും വ്യക്തിപരവുമായ സകല വിഷയങ്ങൾക്കും ആ മഹാരഥന്മാർ ആത്മീയ മാർഗത്തിൽ
പരിഹാരം അവർക്ക് കാട്ടിക്കൊടുക്കുകയും ചെയ്തപ്പോൾ സ്വാഭാവികമായും അവരിൽ അവശയൊരു സമൂഹാസം കടന്നു വന്നു. ഞാൻ ഓർക്കുന്നു ഫസൽ ഗഫൂറിന്റെ കോഴിക്കോട് ഒരു പ്രഭാഷണം. ഫസൽ ഗഫൂർ MESന്റെ സാരഥിയാണ്. MESന്റെ സാരഥിയാണെന്ന് മാത്രമല്ല, അദ്ദേഹം ഡോക്ടർ ഗഫൂറിന്റെ മകനാണ്. അബ്ദുൽ ഗഫൂറിന്റെ മകൻ. മണാട് കുഞ്ഞവാജി സാഹിബിന്റെ മകനാണ്. മണപ്പാട് കുഞ്ഞവാജി സാഹിബിന്റെ തറവാട് ഏതാണ് കേരളക്കരയിൽ നവോത്ഥാനമെന്ന് പേരിട്ടുകൊണ്ട് ശിഥിലീകരണത്തിന്റെ തുടക്കം കുറിച്ച മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദ്യകാല യോഗങ്ങൾക്ക് തുടക്കം കുറിച്ച അതിന് വേദി ഒരുങ്ങിയ വീടാണ്, തറവാടാണ് ആ തറവാടെങ്കിൽ ആ തറവാട്ടിലെ കേരളക്കരയിലെ വിജയത്വ പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച തറവാട്ടിന്റെ ഇളം തലമുറക്കാരാകുന്ന ഡോക്ടർ ഫസൽ ഗഫൂർ കോഴിക്കോട്ട് പറഞ്ഞത്, മക്കാമിനകത്ത് കിടന്നുറങ്ങുന്ന എന്റെ ചരിത്രപരമായ പഠനത്തിൽ മുസ്ലിം അവരോട് ആ കാലഘട്ടം കടപ്പെട്ടതുകൊണ്ടാണ് അങ്ങനെ ഇസ്ലാമിക സമൂഹത്തിന്റെ ഇസ്ലാമിക പോപ്പുലേഷന്റെ കാരണമെന്ന് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി അവർ യഥാർത്ഥത്തിൽ ഈ ലോകത്ത് നിന്ന് ബർസഖിയാകുന്ന പറഞ്ഞിട്ടുണ്ടാണ് ഒരിക്കൽ അവർ അവരുടെ നാഥന്റെ സമീപം ജീവിച്ചിരിക്കുന്നവരാണ്. അവർക്ക് ആ നിലക്കുള്ള എല്ലാ ഇടപെടലുകളും നടത്താൻ കഴിയുന്നവരാണെന്ന് ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ ഈ താത്തൂർ ശുഹദാ നഗരിൽ, ഈ താത്തൂർ പള്ളിക്ക് അകത്തും പുറത്തുമായി നാം വിവിധ വിഷയങ്ങൾക്ക് സമീപിക്കുന്ന ഈ ശുഹദാക്കളുടെ ചാരത്ത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വിശുദ്ധ ഇസ്ലാമിന്റെ കേരളക്കരയിലെ അതിന്റെ ചരിത്രവും അതിന്റെ വ്യാപനവും പഠിക്കുന്ന ആളുകൾക്ക് കൃത്യമായി ലഭിക്കുന്ന രീതിയിലുള്ള ഈ കണ്ണാണ് നാട്ടിലെ നാടകനും മുസ്ലിം കേരളത്തിന്റെ ആത്മീയ നാടകനുമായ പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ശിലയിടാൻ പോകുന്നത് അള്ളാഹു തൗഫീഖ് ചെയ്ത് നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ കൂടുതലൊന്നും സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ പ്രദേശത്ത് തുടങ്ങാൻ പോവുകയാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിലെ കൂടെ സഞ്ചരിക്കുന്ന പുതിയ കാലഘട്ടത്തിലൂടെ സംവദിക്കുന്നു പുതിയ വിഷയങ്ങളോട് സംവദിക്കുന്ന അങ്ങനെ കാലത്തിന്റെ കൂടെ സഞ്ചരിക്കുന്ന ഒരു സ്ഥാപനം നമ്മുടെ നാട്ടിൽ വളരാൻ പോവുകയാണ്. ഇസ്ലാം കാലത്തിന്റെ കൂടെ സഞ്ചരിക്കുന്ന മതമാണ്. കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന മതമാണ് ഇസ്ലാം. കാലത്തിന്റെ മുന്നേറ്റങ്ങൾക്ക് മുന്നിൽ ഇസ്ലാം പകച്ചു പോകാറില്ല. കാലത്തിന്റെ കണ്ടെത്തലുകൾ മുന്നിൽ ഇസ്ലാം ഒരിക്കലും തന്നെ പകച്ചു നിൽക്കാറില്ല. ഏതൊക്കെ വിഷയങ്ങൾ എങ്ങനെയൊക്കെ കടന്നു വന്നാൽ അതിന്റെ മുന്നിൽ ഇസ്ലാമിന്റെ ആശയം തെളിവോടെ മുന്നോട്ട് പോകട്ടെ. കാലത്തിന്റെ കൂടെ സഞ്ചരിക്കുന്ന, കാലത്തോട് സംവദിക്കുന്ന, പുതിയ വിഷയത്തോട് സംവദിക്കുന്ന, വിശുദ്ധ ഖുർആന്റെ ആഴത്തിലിറങ്ങി പഠിക്കുന്ന, പഠിതാക്കൾ സമർപ്പിക്കുന്ന ഒരു സ്ഥാപനം നമ്മുടെ നാട്ടിൽ പുറത്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പേരാണ് മർക്കസ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ പ്രദേശത്ത് ഈ സ്ഥാപനം തുടങ്ങാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് ഈ ശുഹദാ നഗർ എന്ന് പറയുന്ന മണ്ണിന്റെ പവിത്രതയാണ്. എന്തുകൊണ്ടോ നമ്മുടെ നാട്ടിൽ തുടക്കം കുറിക്കാതെ പോയി. ഇൻഷാ അല്ലാഹ് നമുക്ക് ആലോചന വരികയും അതിലേക്ക് നമ്മൾ കടന്നു വരികയും ചെയ്തപ്പോൾ വല്ലാത്ത ഒരു പിന്തുണ, അഭൂതപൂർവമാണ് പിന്തുണയും സഹകരണവുമാണ് എല്ലാ തുറയിലുമുള്ള ആളുകൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഇതിന്റെ അധ്യക്ഷ പ്രഭാഷണത്തിൽ കെ ഖാദർ മാസ്റ്റർ പറഞ്ഞതുപോലെ തന്നെ നാം ആരംഭിക്കുന്ന ഈ സ്ഥാപനത്തിന്റെ ലക്ഷ്യം, ഈ സ്ഥാപനത്തിന്റെ പവിത്രമായ അതിന്റെ താല്പര്യം ഏതെങ്കിലും പ്രസ്ഥാനികമാകുന്ന ലക്ഷ്യങ്ങളല്ല, മറിച്ച് വിശുദ്ധ ഇസ്ലാം സമർപ്പിക്കുന്ന കക്ഷിത്വങ്ങൾക്ക് അതീതമായ ഒരു ഇസ്ലാമിക സംസ്ഥാപനമാണ്, ഒരു സ്ഥാപനമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന്റെ മുൻകൈയെടുക്കാൻ, അതിന്റെ പ്രവർത്തനത്തിന് തുടക്കം കുറിക്കാൻ SKSSFന്റെ മേഖലാ കമ്മിറ്റികൾ ആലോചിക്കുകയും പിന്നീട് അത് സമത്വയുടെ എല്ലാ ഘടകങ്ങളും ചർച്ച ചെയ്യുകയും മഹൽ ജമാഅത്തിന്റെ ഭാരവാഹികൾ അത് ഏറ്റെടുക്കുകയും ചെയ്തുകൊണ്ട് നൂറിൽ പരം മഹല്ലത്തിന്റെ കൂട്ടായ്മയായി അതിവിടെ മെല്ലെ മെല്ലെ തുടക്കം കുറിക്കുന്നു എന്ന് മാത്രം. ഇതിനുവേണ്ടി സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ആരെയും പേരെടുത്ത് പറയാൻ പ്രത്യേകിച്ച് ഉദ്ദേശിക്കുന്നില്ല. എന്നാലും നിങ്ങൾ ഈ സ്ഥലം നമുക്ക് തന്നത്, ഈ സ്ഥലം നമുക്കിവിടെ ലഭിക്കുന്നത്, അതിൽ പ്രധാനമായും മുതിരപ്പറമ്പിൽ മർഹൂം അബ്ദുള്ള ഹാജി എന്ന് പറയുന്ന നേരത്തെ ഇവിടെ നിന്ന് മരിച്ചുപോയ
ഈ നാട്ടിൽ നിരവധി സേവനങ്ങൾ ചെയ്ത, ഈ പള്ളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്ത ഒരു നല്ല മനുഷ്യന്റെ കുടുംബമാണ് നമുക്ക്. അവരോടാണ്, അവരെ സഹായത്തോടെയാണ്, അവരുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് നമുക്ക് ഈ സ്ഥലം കിട്ടിയത്. അതുകൊണ്ട് ആദ്യമായി ഈ സ്ഥലത്ത് ഒരു സ്ഥാപനത്തിൽ നാം തുടക്കം കുറിക്കുമ്പോൾ പ്രധാനമായും നമ്മൾ ഓർക്കുന്നത് ആ മരിച്ചുപോയ അബ്ദുൽ ഹാജി എന്ന് പറയുന്ന നല്ല മനുഷ്യനെയാണ്. ഈ നാട് ഏറെ കടപ്പെട്ട, ഈ നാട് വിവിധ വിഷയങ്ങൾക്ക് ഓർക്കുന്ന അബ്ദുൽ ഹാജി എന്ന് പറയുന്ന മനുഷ്യൻ ഇന്ന് ഈ ഖബറിൽ കിടക്കുകയാണ്. യഥാർത്ഥത്തിൽ നോക്കൂ നിങ്ങൾ, ഇവിടെ ഇതാ 10,000 തടിച്ചുകൂടിയിട്ട് സ്വലാത്ത് ചെല്ലുമ്പോൾ, അവർ ദിക്ർ ചൊല്ലുമ്പോൾ, അവർ ദുആക്ക് ആമീൻ പറയുമ്പോൾ, സ്ഥാപിതമാക്കുന്ന മർക്കസുൽ ഉലൂമിലൂടെ ഇവിടെ ദീൻ പിന്നെയും നിലനിൽക്കുമ്പോൾ ഈ മണ്ണിന്റെ നേരത്തെയുള്ള ഉടമയ്ക്ക് അതിന്റെ ഒരു പങ്ക് ലഭിക്കുമെന്ന് ഉറപ്പാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഖബറിലേക്ക് അതിന്റെ പ്രകാശത്തെ ചൊരിച്ചു കൊടുക്കുമാറാവട്ടെ. അതുപോലെ ഈ സ്ഥലം നമുക്ക് ഇതിന്റെ പാശ്ചാത്തല സൗകര്യങ്ങൾ, ഈ വിശാലമാകുന്ന സൗകര്യങ്ങൾ ഒരുപാട് ആളുകൾ നമുക്ക് സഹായിച്ചു. പ്രധാനമായും മുഹമ്മദ് വാടക്കാട് എന്ന് പറയുന്ന ഒരു സഹോദരൻ, അദ്ദേഹം ഈ സ്ഥലം നമുക്ക് അനുവദിച്ചു തരികയും എല്ലാവിധ സഹായങ്ങളും അദ്ദേഹം ചെയ്തു തരികയും ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന്റെ എല്ലാ വിഷയത്തിലും അദ്ദേഹത്തിന്റെ കുടുംബത്തിലും ഖൈറും ബർക്കത്തും പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ കവാടം നേരത്തെ ഞാൻ പറഞ്ഞു, ഈ പ്രദേശം നമുക്കറിയാം. ഈ പ്രദേശം വാടക്കാടുമായി ബന്ധപ്പെട്ട പ്രദേശമാണ്. ഈ പ്രദേശം മഖ്ദൂം തങ്ങന്മാരുടെ പൊന്നാനിയുമായി ബന്ധപ്പെട്ട പ്രദേശമാണ്. അതുകൊണ്ട് അക്കാലഘട്ടത്തിൽ അവിടെ നിന്ന് ഈ കുന്നിൻപുറം കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവിശാലമാകുന്ന പുരാതനമാകുന്ന മഹല്ലത്തുകൾക്ക് നേതൃത്വം നൽകാൻ നമ്മുടെ മണ്ണിൽ അവിടെ നിന്ന് കടന്നു വന്ന ഈ നാടിന്റെ കഴിഞ്ഞ കാലഘട്ടത്തിന്റെ വിളക്കായി പ്രശോഭിച്ച മഹാരഥനാണ് ഉണ്ണിമായി മുസ്ലിയാർ എന്ന് പറയുന്ന ഈ സുഹദാ നഗറിലേക്ക് നമ്മൾ സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയുടെ കവാടത്തിന്റെ പേരുകൊണ്ട് അലങ്കൃതമായ മഹാരഥനാകുന്ന നാമധേയം അദ്ദേഹത്തെ സ്മരിച്ചുകൊണ്ടാണ് ഈ പരിപാടിയിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഈ സഹായങ്ങൾ നമ്മൾ ചെയ്തു തന്നപ്പോൾ നമ്മൾ പ്രധാനമായി ഓർക്കുന്ന മറ്റൊരു വിഷയം, PHDയിൽ വിശാലമായ സ്വാഗത സംഘം ഓഫീസ് നമ്മൾ തുറന്നു. ആ സ്വാഗത ഓഫീസ് വിശാലമാകുന്ന അതിന്റെ എല്ലാ റൂമുകളും വിട്ടു തന്നുകൊണ്ട് നമുക്ക് സഹായിച്ച ആലിക്കുട്ടി എന്ന് പറയുന്ന സഹോദരൻ, ആ സഹോദരനെ പ്രത്യേകം ഓർക്കുകയും അദ്ദേഹത്തിന് വേണ്ടി ഈ സദസ്സ് ദുആ ചെയ്യുകയുമാണ്. അല്ലാഹു അദ്ദേഹത്തിന് നീ ഖൈർ ബർക്കത്ത് പ്രദാനം ചെയ്യണേ അല്ലാഹ്, അദ്ദേഹത്തിന് കുടുംബ ബർക്കത്ത് പ്രദാനം ചെയ്യണേ റഹ്മാനെ. അതുപോലെ തന്നെ ഞാൻ ഈ സമയത്ത് പ്രത്യേകമായി ഓർക്കുന്നത്, ഇവിടെ നമുക്കറിയാം ഈ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട്, ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചുകൊണ്ട് ഈ ഉദ്ഘാടന ദിവസത്തിൽ 10,000 കടന്നു വന്നപ്പോൾ അവരെല്ലാം സ്വീകരിച്ച് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തി അശ്രാന്തം പരിശ്രമിച്ച ഒരുപാട് സഹപ്രവർത്തകരുണ്ട്. പ്രത്യേകിച്ചും വിക്കായ എന്ന് പറയുന്ന SKSSFന്റെ സംസ്ഥാന തലത്തിലുള്ള അതിന്റെ സന്നദ്ധ വിഭാഗം, ഈ മേഖലയിലെ ആ സന്നദ്ധ വിഭാഗം വളരെ സജീവമായി ഈ വിഷയത്തിൽ താല്പര്യത്തോടെ തന്നെ ഇടപെടുകയും എല്ലാവിധ സംരക്ഷണങ്ങളും അവർ ഏർപ്പെടുത്തുകയും ചെയ്തു. അവർ ഞാൻ ഓർക്കുകയാണ്. അതുപോലെ ഇവിടെ ഈ നാട്ടുകാരാകും, ഈ നാട്ടിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ഒരുപാട് ചെറുപ്പക്കാർ അവർ വളരെ സജീവമായി ദിവസങ്ങളോളം ഇതിന്റെ ഫ്ലക്സ് കൊണ്ടുപോയി വെക്കാൻ, നോട്ടീസ് ഒട്ടിക്കാൻ, അങ്ങനെ എല്ലാ വിഷയങ്ങൾക്കും ശാരീരികമായി സ്വയം സമർപ്പിച്ച ആ സന്നദ്ധ സേനയെ പോലെ സമർപ്പിച്ച ചെറുപ്പക്കാരെയും ആ പ്രവർത്തകരെയും വോളണ്ടിയർമാരെയും ഞാൻ ഓർക്കുകയാണ്. അതുപോലെ നമുക്കറിയാം ഈ സ്ത്രീകൾ, ഒരുപാട് സ്ത്രീകൾ നാം ഒരുക്കിയ സംവിധാനത്തിനപ്പുറം സഹോദരിമാർ കടന്നു വന്നപ്പോൾ അവരെ എല്ലാ വിഷയങ്ങളും നോക്കി നടത്തിയ നിരവധി സഹോദരിമാർ നേരത്തെ വനിതാ പ്രവർത്തകരായി ഇവിടെ ഉണ്ടായിരുന്ന സംഘാടകർ തെരഞ്ഞെടുക്കുകയും സ്വയം സമർപ്പിക്കുകയും ചെയ്ത വനിതാ പ്രവർത്തകരായ സ്ത്രീ വോളണ്ടിയർമാരെയും ഞാൻ ഓർക്കുകയും അവർക്ക് ഞാൻ കൃതജ്ഞത രേഖപ്പെടുത്തുകയുമാണ്. അതുപോലെ ഈ സദസ്സിൽ ദിവസങ്ങളായി ചായ തന്ന, ഭക്ഷണം തന്ന ഒരുപാട് ആളുകളുണ്ട്, ഒരുപാട് വീട്ടുകാരുണ്ട്. ഇതിന്റെ അയൽപക്കത്തുള്ള ഒരുപാട് വീട്ടുകാർ, അവരെ പരിസരങ്ങൾ ഒരുപാട് ആളുകൾ കടന്നു വന്നു, അവർക്ക് വാഹനം വെക്കാൻ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്ത, ഇവിടെ ചായ തന്ന, ഭക്ഷണം തന്ന ഒരുപാട് ആളുകൾ. അവരെ ഒന്നും പറയാൻ ഈ സദസ്സിൽ പരിമിതമായ സദസ്സ് സമയം ഉപയോഗപ്പെടുത്തുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്കൊക്കെ പ്രത്യേകം ഇൻഷാ അല്ലാഹ് ഇവിടെ നിന്ന് മഹാന്മാരാകുന്ന സാദാത്തുക്കൾ ഉലമാക്കൾ ദുആ ചെയ്യും, അവരെ ഞാൻ പ്രത്യേകം ഓർക്കുകയാണ്. അതുപോലെ ഈ ഗ്രൗണ്ട് ഇങ്ങനെയൊക്കെ ഒരുക്കി ഇതിനെ സംവിധാനിച്ചു തന്ന ഒരുപാട് പ്രവർത്തകന്മാർ, പണിയെടുത്ത് അധ്വാനിച്ച ഒരുപാട് ആളുകൾ, അവരെ, അതുപോലെ ഇവിടെ ഈ സംവിധാനത്തിന് വേണ്ടി എല്ലാ സഹായങ്ങളും നിയമപരമായി നമുക്ക് തന്ന പോലീസ് ഓഫീസർമാർ, അതുപോലെ ഈ സൗണ്ട് ക്രമീകരിച്ചു തന്ന അതിന്റെ ആളുകൾ, ഇവിടെ മറ്റ് സഹായം ചെയ്തു തന്ന മാധ്യമ പ്രവർത്തകർ, കച്ചവടക്കാർ, എല്ലാവരെയും ഈ സമാപന സമ്മേളനത്തിൽ ഞാൻ ഓർക്കുകയാണ്, കൃതജ്ഞത രേഖപ്പെടുത്തുകയാണ്. അവർക്കൊക്കെ ആരെല്ലാം ഇതിലേക്ക് സഹായിച്ചുവോ, സാമ്പത്തികമായി സഹായിച്ച ഒരുപാട് ആളുകളുണ്ട്. ചെറുതും വലുതുമായി 1 സെന്റ് മുതൽ, അര സെന്റ് മുതൽ, 10,000 മുതൽ, 5,000 മുതൽ, 100 വരെ, 10 രൂപ വരെ സഹായിച്ച ഒരുപാട് ആളുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാം അർഹമായ പ്രതിഫലം പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്തുകൊണ്ട് ഞാൻ എന്റെ ഉത്തരവാദിത്തത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പ്രധാനമായും ഇന്നിവിടെ 2 ചടങ്ങ് നടക്കുകയാണ്. ഒന്ന് നമ്മുടെ മർക്കസുൽ ഉലൂമിന്റെ ശിലാസ്ഥാപനമാണ്. മറ്റൊന്ന് SYS ജില്ലാ കമ്മിറ്റി, അതിന്റെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ
ത്വയ്ബ മൻസിൽ എന്ന പേരിട്ടുകൊണ്ട് വളരെ പ്രയാസപ്പെടുന്ന നവാഗതരായ ആളുകളെ അവർക്ക് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന രീതിയിൽ അവർക്കൊരു റെസിഡൻഷ്യൽ ഏരിയ എന്ന രീതിയിൽ ത്വയ്ബ മൻസിൽ അത് ഹ്രസ്വമായി അതിന്റെ സാരഥി നാസർ വിസി വിശദീകരിക്കും. അതിന്റെ ഉദ്ഘാടനവും പാണക്കാട് സെയ്ദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഇവിടെ വെച്ച് നിർവഹിക്കും. ആ രണ്ട് പ്രധാനപ്പെട്ട ചടങ്ങാണ് നമ്മുടെ ഇവിടെ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉദ്ഘാടകൻ പാണക്കാട് മഹാനായ തങ്ങളവറുകളാണ്. തങ്ങളുടെ അസാന്നിധ്യത്തിൽ ആദ്യമായി ഞാൻ ഈ തങ്ങളെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ ഈ പാശ്ചാത്തല സൗകര്യത്തെ പറ്റി പറഞ്ഞപ്പോൾ നാം നിൽക്കുന്ന ഈ സ്റ്റേജ് നാം ക്രമീകരിച്ചത് ഈ വീടുള്ള സഹോദരന്റെ പറമ്പിലാണ്. അദ്ദേഹം വളരെ താല്പര്യത്തോടെ നമുക്കിത് അനുവദിച്ചു തന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് എല്ലാ പ്രയാസങ്ങളും തീർത്ത് റാഹത്തിലാക്കി കൊടുക്കുമാറാവട്ടെ. ഈ മഹത്തായ വേദിയുടെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്നത് വന്യരായ പാണക്കാട് സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളാണ്. നമ്മുടെ അഭിമാനമാണ്. അല്ലാഹു തങ്ങൾക്ക് ആരോഗ്യത്തോടെ ദീർഘായുസ്സ് പ്രദാനം ചെയ്യുമാറാവട്ടെ. യഥാർത്ഥത്തിൽ ഇന്ന് ഈ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ രജിസ്റ്റർ ചെയ്ത ഒരു മണ്ണിലാണ് നാം ഇവിടെ ഇരിക്കുന്നത്. അതിന് കാരണം സയ്യിദ് അബ്ബാസ് അലി ശിഹാബ് തങ്ങളാണ്. തങ്ങൾ നേരത്തെ നമ്മുടെ ഈ പ്രദേശത്ത് സന്ദർശിച്ചുകൊണ്ട് മക്കാം സിയാദ് ചെയ്ത സന്ദർഭത്തിൽ അദ്ദേഹത്തിന് മുന്നിൽ ആശയം വെച്ചപ്പോൾ മഹാനാകുന്ന തങ്ങൾ അവർകൾ സമസ്തയിൽ സമ്മർദ്ദം ചെലുത്തുന്നതിന്റെ ഫലമായിട്ടാണ് നമുക്ക് ഈ നാം രജിസ്റ്റർ ചെയ്ത മണ്ണ് തന്നെ താത്തൂരിന്റെ ഈ ശുഹദാ നഗരത്തോട് ചേർന്നുകൊണ്ട് അതിന്റെ ഏറ്റവും കണ്ണായ വിലപിടിപ്പുള്ള മദീനത്തെ പള്ളിക്ക് മുമ്പിലെ ബൈറുഹാൽ തോട്ടം പോലെ ഹബീബാകുന്ന സയ്യിദന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ച ബൈറുഹാൽ തോട്ടം പോലെ കണ്ണായൊരു മണ്ണ് നമുക്ക് ലഭിക്കാൻ കാരണക്കാരായത് മഹാനാകുന്ന പാണക്കാട് അബ്ബാസ് അലി ശിഹാബ് തങ്ങളാണ്. SKSFന്റെ സംസ്ഥാന അധ്യക്ഷനാണ്. നമ്മുടെ മർക്കസ് യോഗത്തിന്റെയും പ്രസിഡന്റാണ്. ഈ യോഗത്തിന്റെയും അധ്യക്ഷനാണ്. മഹാനാകുന്ന തങ്ങൾ അവർകളെ വളരെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ വേദിയിലെ മുഖ്യ പ്രഭാഷകൻ ഇന്ന് വാതു പറയുന്നത് നമുക്ക് സുപരിചിതനായ കേരളക്കരുടനീളം പ്രഭാഷണം നടത്തുന്ന വന്യരായ മുസ്തഫ ഹുദവി ആക്കൂടെന്ന ചെറുപ്പക്കാരനായ ഗരിമയാർന്ന പ്രഭാഷണത്തിന്റെ ഉടമയാണ്. അല്ലാഹു തആല അദ്ദേഹത്തിന് ഒരുപാട് കാലം ദഅവത്ത് നടത്താൻ ആരോഗ്യത്തോടെ നല്ല രീതിയിൽ നടത്താൻ തൗഫീഖ് നൽകുമാറാവട്ടെ. ഏതാനും സമയത്ത് അദ്ദേഹത്തോട് എത്തിച്ചേരും. അദ്ദേഹത്തിന് സ്വാഗതം പറയുകയാണ്. അതുപോലെ ഈ വേദിയിൽ ഒരുപാട് ആളുകളുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ഫൈസി മുക്കം സമസ്തയുടെ ജില്ലാ സെക്രട്ടറിയാണ്. SYSന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. നാസർ ഫൈസി കൂടത്തായി നമ്മുടെ ഇതിന്റെ വർക്കിംഗ് ചെയർമാനാണ്. SYSന്റെ ജില്ലാ സെക്രട്ടറിയാണ്. ഇവിടെ പ്രാർത്ഥന നിർവഹിച്ച ബഹുമാനപ്പെട്ട ഒളവണ്ണ അബൂബക്കർ ദാരിമി ഉസ്താദ് മഹാനവറുകൾ സമസ്തയുടെ നമ്മുടെ കുന്നമംഗലം മണ്ഡലം സമസ്തയുടെ പ്രസിഡന്റാണ് തങ്ങളവറുകളെ. അതുപോലെ എടവണ്ണപ്പാറയിൽ നിന്ന് നമ്മുടെ ഈ സദസ്സിലേക്ക് വന്ന സംസ്ഥാന SKSFന്റെ നേരത്തെ ഉപാധ്യക്ഷനായിരുന്ന BSK തങ്ങൾ, അതുപോലെ SYSന്റെ സംസ്ഥാന സെക്രട്ടറി കെ മൊയ്ൻകുട്ടി മാസ്റ്റർ, മുക്കം സലാം ഫൈസി, നമ്മുടെ ഈ സംഘാടക സമിതിയുടെ വൈസ് ചെയർമാനായ വർക്കസുല്ലുമിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായ കെ ഖാദർ മാസ്റ്റർ, അതുപോലെ ബഹുമാനപ്പെട്ട RB കുട്ടി ഹസൻ ദാരിമി, നമ്മുടെ ഈ മർക്കസുല്ലുമിന്റെ മറ്റൊരു ഉപാധ്യക്ഷനായ KP കോയ സാഹിബ്, അതുപോലെ നമ്മുടെ ഈ വേദിയിൽ വന്ന് ഈ വേദി സാന്നിധ്യം കൊണ്ട് അലങ്കരിച്ച വന്യരായ ഉമർ ഹാജി ചെറൂപ്പ, അതുപോലെ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ സാരഥികൾ പ്രധാനിയായ ചിറ്റടി അഹമ്മദ് കുട്ടി ഹാജി സാഹിബ്, അതുപോലെ നമ്മുടെ റേഞ്ചിന്റെ പ്രസിഡന്റായ കെ മുഹമ്മദ് ബാക്കവി, നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ഭാരവാഹികൾ ഏറെ പ്രധാനിയായ കെ മരക്കാർ ഹാജി, അതുപോലെ നിരവധി പരിപാടികളിലൂടെ ഇതുപോലത്തെ സ്ഥാപനം കെട്ടിപ്പടുക്കുന്നതിൽ അനൽപമായ പങ്ക് വഹിച്ച ബഹുമാനപ്പെട്ട മിച്ചാലി മുസ്ലിയാർ, അതുപോലെ നമ്മുടെ ഈ സ്ഥാപനത്തിന്റെ ട്രഷററായ കുറ്റിക്കാട്ടൂർ സലീം ഹാജി, അതുപോലെ എല്ലാവിധ സമത്വവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് തന്റെ സാന്നിധ്യം കൊണ്ടും തന്റെ പ്രവർത്തനം കൊണ്ടും തന്റെ സഹായം കൊണ്ടും അലങ്കരിക്കുന്ന ദീപാർ ഹുസൈൻ ഹാജി, അതുപോലെ നമ്മുടെ സ്ഥാപനത്തിന്റെ സാരഥികളിൽ അതിന്റെ ജോയിന്റ് സെക്രട്ടറിയായ NP ഹംസ മാസ്റ്റർ, നമ്മുടെ പ്രിയപ്പെട്ട KNS മൗലവി, അതുപോലെ നമ്മുടെ സ്ഥാപനത്തിന്റെ സംഘാടക സമിതിയിൽപ്പെട്ട AK മുഹമ്മദ് അലി സാഹിബ്, ഇവിടെ നേരത്തെ വന്നുകൊണ്ട് നമ്മെ അനുഗ്രഹിച്ച കുട്ടി ബാക്കവി, അതുപോലെ ഇവിടെ നമ്മുടെ എന്റെ സഹപ്രവർത്തകൻ അയ്യൂബ് കുളിമാട്, OP അഷ്റഫ്, അതുപോലെ പേരെടുത്ത് പറയുന്നില്ല, ഒരുപാട് ആളുകൾ. അവരൊക്കെ എല്ലാവരെയും പറയുമ്പോൾ നീണ്ടുപോകും. അതുകൊണ്ട് എല്ലാ ആളുകളും അവരറിയിക്കുന്ന ബഹുമാനത്തോടെ ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ എത്തിച്ചേർന്ന നിങ്ങൾ എല്ലാവരെയും
ഇവിടെ എല്ലാ സഹോദരന്മാരെയും നമുക്കറിയാം, ഈ പ്രദേശത്തേക്ക് വളരെ പ്രയാസപ്പെട്ടുകൊണ്ടാണ് നമ്മൾ കടന്നു വരുന്നത്. ഒരു പ്രയാസവുമില്ല, കാരണം നമ്മൾ വരുന്ന സ്ഥലം അത്രയും പവിത്രമായ സ്ഥലമാണ്. നിങ്ങളെല്ലാവരെയും ഇതിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് ഇവിടെ സ്ഥാപിതമാകുന്ന മർക്കസുലിലും അത് നമുക്കിവിടെ മെല്ലെ മെല്ലെ ഉയർത്തിയെടുത്തിട്ട് നമ്മുടെ പ്രദേശത്തിന്റെ, നമ്മുടെ നാടിന്റെ, നമ്മുടെ പരിസര പ്രദേശത്തിന്റെ അഭിമാനമാക്കി മാറ്റാൻ സാധിക്കണം. നിങ്ങളെല്ലാവരും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സഹകരിക്കണം പ്രത്യേകം ഞാൻ അപേക്ഷിക്കുകയാണ്. അതുപോലെ നമ്മുടെ ഈ പരിപാടി ലൈവായി ഇന്ന് ഉടനീളം, ഗൾഫ് നാടടക്കം ഉടനീളം ലൈവായി നമ്മുടെ പരിപാടി കാണുകയും കേൾക്കുകയും ചെയ്യുന്ന രീതിയിൽ കേരള ഇസ്ലാമിക് ക്ലാസ് റൂം അത് സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ചും ഗൾഫ് നാടുകളിൽ നിന്ന് നമ്മുടെ പരിപാടി ഈ സമയത്ത് തത്സമയം അവർ കാണുകയാണ്, അവർ കേൾക്കുകയാണ്. അതിന്റെ ആ സംഘാടകരെ പ്രത്യേകം ഈ സമയത്ത് ഞാൻ ഓർക്കുകയാണ്. അവർക്ക് ഞാൻ സാങ്കേതികമായി സ്വാഗതം പറയുകയാണ്. വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒരിക്കൽ കൂടി ഇതിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ